വാണിയംകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 13 മുതൽ 19 വരെ വാണിയംകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, സന്തോഷ് കമ്പം എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. പഴയന്നൂർ ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റിട്ടയർഡ് അധ്യാപിക കമലത്തിന് പൊൻപ്രഭ പുരസ്കാരം സമ്മാനിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കലാ, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലകളിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് റിട്ടയർഡ് അധ്യാപിക കമലത്തിന് വേദിയിൽ വെച്ച് പൊൻപ്രഭ പുരസ്കാരം സമർപ്പിച്ചു. കൂടാതെ ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയനെ ചടങ്ങിൽ ആദരിച്ചു. തിരുവല്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ N സുമ, N ബാബു, PM ജയറാം, S നന്ദകുമാർ, S നാരായണദാസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക ക്ഷേത്രകലകളെയും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളെയും ഉത്സവങ്ങളോടനുബന്ധിച്ച് പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രാങ്കണങ്ങളെയും അതിൻ്റെ പരിപാവനതയോടുകൂടി കാത്തു സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ മാനസികമായ ആശ്വാസം ലഭ്യമാകുന്നതിനുള്ള അന്തരീക്ഷം രൂപപ്പെടുത്തുക കൂടി അതിപ്രധാനമാണ്. അതിൽ അതീവ ശ്രദ്ധ പുലർത്തി വരുന്ന ഒരു ക്ഷേത്ര ഉപദേശക സമിതിയാണ് നമ്മുടെ ക്ഷേത്രത്തിന് നേതൃത്വം നൽകുന്നത് എന്നത് ഏറെ സന്തോഷകരമാണ്. നമ്മുടെ ഉത്സവങ്ങളും അതുപോലെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികളുമെല്ലാം നമ്മുടെ ഗ്രാമീണ ജനതയെ അല്ലെങ്കിൽ ഗ്രാമത്തിലെ ജനതയെ അവർ എവിടെ ലോകത്തിൻ്റെ ഏതു കോണിൽ പോയാലും ആ ഉത്സവ കാലയളവിൽ നാട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഗൃഹാതരത്വം തുളുമ്പുന്ന അന്തരീക്ഷമായി അല്ലെങ്കിൽ വേദികളായി മാറുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. CCV ന്യൂസ്, പഴയന്നൂർ.